Hi students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ബോൺ എന്താണെന്നും നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് 2 ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ എന്നും ആക്സിയൽ സ്കെലിറ്റൺ എന്നും തരംതിരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആക്സിയൽ സ്കെലിറ്റൺ നമ്മൾ ഓൾറെഡി എടുത്തു. ഇന്ന് അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ ആണ് എടുക്കുന്നത്. അപ്പം ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഹ്യൂമൻ ബോഡിയുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ പാർട്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആക്സിയൽ സ്കെലിറ്റൺ എന്നും അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ എന്നും. ആക്സിയൽ സ്കെലിറ്റണിൽ എത്ര ബോൺസ് ഉണ്ട്? ആക്സിയൽ സ്കെലിറ്റണിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? ടോട്ടൽ 80 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? ആക്സിയൽ സ്കെലിറ്റണിൽ 80 ബോൺസ് ഉണ്ട്. ബാക്കിയുള്ള 126 ബോൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? 126 ബോൺസ് അപ്പൻഡിക്കുലർ സ്കെലിറ്റലിനാണ് കാണപ്പെടുന്നത്. ടോട്ടൽ ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോണുകളാണുള്ളത്? 206 ബോൺസ് ആണുള്ളത് അല്ലേ. അപ്പോൾ 80 ബോൺസ് ആക്സിയൽ സ്കെലിറ്റൺ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെലിറ്റണിൽ 126 ബോൺസ് ഉണ്ട്. ഇനി അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ എന്താണെന്ന് നോക്കാം. അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ എന്ന് പറയുന്നത് അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ കൺസിസ്റ്റ് ഓഫ് ദ ഷോൾഡർ ഗേർഡിൽ ആൻഡ് അപ്പർ ലിംസ്. എന്താ പറഞ്ഞേ? ഷോൾഡർ ഗേർഡിൽസും അപ്പർ ലിംസും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഷോൾഡർ ഗേർഡിൽ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷോൾഡർ ഗേർഡിൽസ് എന്നും. ഈ ഷോൾഡർ ഗേർഡിൽസ് എന്താണെന്ന് നോക്കിക്കേ. ഈ കാണുന്നതാണ് നമ്മളുടെ ഷോൾഡർ ഗേർഡിൽസ്. കണ്ടില്ലേ? ഇത് സെൻറ്റർ കോർ ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് ആക്സിയൽ സ്കെലിറ്റൺ. ഈ കാണുന്ന നമ്മളുടെ കൈയുടെ ബോണ്, കൈകളിലെ ബോൺസ് അപ്പർ ലിംസ് എന്ന് പറയും. എന്തെന്ന് പറയും? അപ്പർ ലിംസ് എന്ന് പറയും. പ്ലസ് ഷോൾഡർ ഗേർഡിൽസ് ഉണ്ട്. എന്തുണ്ട്? ഷോൾഡർ ഗേർഡിൽസ് ഉണ്ട്. ദെൻ ലോവർ പാർട്ടിനെ എങ്ങനെ തരംതിരിച്ചു? പെൽവിക് ഗേർഡിൽ. ഈ കാണുന്നത് പെൽവിക് ഗേർഡിലും ഇത് ലോവർ ലിംബിൻ്റെ പാർട്സുമാണ്. ഈ കാണുന്നത് ലോവർ ലിംസിൻ്റെ പാർട്സുമാണ്. ഇത് അപ്പർ ലിംബിൻ്റെ പാർട്സാണ് ഈ കാണുന്നത്. അപ്പർ ലിംബ് പ്ലസ് ഷോൾഡർ ഗേർഡിൽസ് അല്ലെ പെക്ടോറൽ ഗേർഡിൽസ് എന്ന് പറയും. ദെൻ ലോവർ ലിംബ്, ഈ കാണുന്നത് ലോവർ ലിംബും പെൽവിക് ഗേർഡിൽസുമാണ് കേട്ടോ. അപ്പോൾ അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ ഈസ് കൺസിസ്റ്റ് ഓഫ് ദ ഷോൾഡർ ഗേർഡിൽ ആൻഡ് അപ്പർ ലിംസ് ആൻഡ് പെൽവിക് ഗേർഡിൽ ആൻഡ് ദ ലോവർ ലിംസ്. ഇത്രയുമാണ് അതിൻ്റെ പാർട്സ് വരുന്നത്. ദെൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ അപ്പൻഡിക്കുലർ സ്കെലിറ്റണിനെ 2 ഭാഗമാക്കിയാണ് പഠിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഈ കാണുന്നത് ഇത് കണ്ടോ. ഈ കാണുന്നത് എന്താണ്? ഈ കാണുന്നത് നമ്മളുടെ അപ്പർ പാർട്ട്, അതായത് അപ്പർ ലിംബ് പ്ലസ് ഷോൾഡർ ഗേർഡിൽസ്. ഈ കാണുന്നതാണ് ഷോൾഡർ ഗേർഡിൽസ്. ഇത് ഷോൾഡർ ഗേർഡിൽസ്, ഇത് അപ്പർ ലിംസ്. അപ്പോൾ 2 കൈകളുണ്ട് അല്ലേ. അപ്പം ഒറ്റ കൈകളിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? 30 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 30 ബോൺസ് ഉണ്ട്. ഈ ഗേർഡിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ ഗേർഡിൽസ് ഉണ്ട്. എത്ര ഗേർഡിൽസ് ഉണ്ട്? 4 ഗേർഡിൽസ് ഉണ്ട്. ഇവിടെ അപ്പർ ലിംബിൻ്റെ ഭാഗത്തിൽ 4 ഗേർഡിൽസും പ്ലസ് 30 ബോൺസും. ഇനി ഈച്ച് ഹാൻഡ്സിൽ 30 ബോൺസ് ഉണ്ട്. അപ്പോൾ 30 × 2 എത്രയായി? 60 ആയി. അപ്പോൾ അപ്പർ ലിംബിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? 64 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട് അപ്പർ ലിംസിൽ? 64 ബോൺസ്. അപ്പർ ലിംസിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് നമ്മൾ? അപ്പർ ലിംബ് പ്ലസ്, അതായത് എന്താണ്? അപ്പർ ലിംബ് പ്ലസ് ഷോൾഡർ ഗേർഡിൽസ് ആണ്. ഒരു ലിംബിൽ, ഒരു കൈയിൽ എത്ര ഉണ്ട് എന്ന് പറഞ്ഞു? 30. ഇവിടെ എത്രയുണ്ട്? 30 ഉണ്ട്. ഷോൾഡർ ഗേർഡിൽസ് 1 ഇവിടെ, 1 ഇവിടെ. അപ്പോൾ ദെൻ ക്ലാവിക്കിൾ. ഇവിടെ എന്തുണ്ട്? ക്ലാവിക്കിൾ 1 ഇവിടെ 1 ക്ലാവിക്കിൾ, ഇവിടെ 1 ക്ലാവിക്കിൾ. അപ്പോൾ ടോട്ടൽ എത്രയായി? ഗേർഡിൽസിൽ ഷോൾഡർ ഗേർഡിൽസിൽ 4 ബോൺസും അപ്പർ ലിംബിൽ ഒരു കയ്യിൽ 30. അപ്പോൾ ഒരു കയ്യിൽ 30 ആകുമ്പോൾ രണ്ടും കൂടെ 30 × 30 30 + 30 64 ബോൺസ് ആണ് എവിടെയുള്ളത്? അപ്പർ ലിംസിൽ ഉള്ളത്. അപ്പോൾ ഈ അപ്പൻഡിക്കുലർ സ്കെലിറ്റനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയെന്ന്? ഷോൾഡർ ഗേർഡിൽസ് എന്നും പെൽവിക് ഗേർഡിൽസ് എന്നും. ഷോൾഡർ ഗേർഡ്സിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? 64 ബോൺസ് ഉണ്ട്. പെൽവിക് ഗേർഡ്സിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? 62 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 62 ബോൺസ്. ഞാൻ അത് കാണിച്ചു തരാം. 62 ബോൺസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓരോ ബോൺസും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് സെപ്പറേറ്റ് നോക്കാമേ. ഈ ലോവർ ഗേർഡിൽസിൽ വരുന്നത് ഏതൊക്കെയാണ്? പെൽവിക് ബോൺസ് എത്ര എണ്ണം ഉണ്ട്? 1 2 ഉണ്ട്. ദെൻ ദിസ് ഈസ് ലോവർ ലിംബ് അല്ലേ. ഈ കാണുന്ന ലിംബുകളാണ്. ലിംബുകളിൽ ടോട്ടൽ എത്ര ബോൺസ്? ഒരു ലിംബിൽ 30 ഉണ്ട്. അത് അപ്പർ ആണെങ്കിലും ലോവർ ആണെങ്കിലും ഒരു ലിംബിൽ എത്ര ബോൺസ് ഉണ്ട്? 30 ബോൺസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ 30 + 30 അല്ലേ, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ 30 + 30 + 1 + 1 2 എത്രയായി? അപ്പോൾ
എത്ര ബോൺസ് ഉണ്ട്? 62. അപ്പോൾ അപ്പർ ലിം പ്ലസ് ഗേർഡിൽസിൽ ഷോൾഡർ ഗേർഡിൽസിൽ ടോട്ടൽ 64 ബോൺസും താഴെ ലോവർ ലിം പ്ലസ് പെൽവിക് ഗേർഡിൽസിൽ ടോട്ടൽ 62 ബോൺസുമാണ് ഉള്ളത്. അപ്പോൾ ഇനി ഷോൾഡർ ഗേർഡിൽ ആൻഡ് അപ്പർ ലിംബിൽ കാണപ്പെടുന്ന ബോണുകൾ ഏതൊക്കെയാണ്? അപ്പം ദ അപ്പർ ലിംസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ ഹാൻഡ്, ഫോർആം, അപ്പർ ആം, ഷോൾഡർ ഗേർഡിൽ, പെക്ടോറൽ ഗേർഡിൽസ് എന്നും പറയും. നമ്മളതിന് ഷോൾഡർ ഗേർഡിൽ ഓർ പെക്ടോറൽ ഗേർഡിൽസ് എന്ന് പറയും. പെക്ടോറൽ ഗേർഡിൽസിൽ വരുന്ന അല്ലെ ഷോൾഡർ ഗേർഡിൽ കൺസിസ്റ്റ് ഓഫ് ക്ലാവിക്കിൾ എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. സ്കാപ്പിൽ എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. അപ്പം ലിംബിൽ കയ്യിൽ എത്ര ഏതൊക്കെ ഭാഗമായിട്ടുണ്ട്? ഹാൻഡ്, ഫോർആം, അപ്പർ ആം. അത് ഞാൻ കാണിച്ചു തരാമേ. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് അപ്പർ ലിംബ് പ്ലസ് ഷോൾഡർ ഗേർഡിൽസ്. ഈ കാണിക്കുന്ന ഇത്രയും ഭാഗമെന്ന് പറയുന്നത് അപ്പർ ലിംസിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ 30 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? 30 ബോൺസ് ഉണ്ട്. അപ്പോൾ ഒറ്റ കൈയുടെ കാര്യം നമ്മൾ പറഞ്ഞോളൂ. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ. അപ്പോൾ 30 + 30 എത്ര ആയി? 60 ആയില്ലേ? പ്ലസ് ഈ ഗേർഡിൽ ഷോൾഡർ ഗേർഡിൽസ് ഇവിടെ 1 കോളർ ബോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കോളർ ബോണിന് ബ്യൂട്ടി ബോൺ എന്ന് പറയാം അല്ലേ? ബ്യൂട്ടി ബോൺ എന്ന് നമ്മൾ പറയും കേട്ടോ. ദെൻ കോളർ ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കിൾ എന്ന് പറയും. എന്തെന്ന് പറയും? ക്ലാവിക്കിൾ. അത് എത്ര ഉണ്ട്? ഒരെണ്ണമുണ്ട്. എത്ര എണ്ണമുണ്ട്? ഒരെണ്ണമുണ്ട്. അപ്പോൾ ക്ലാവിക്കിൾ 1, ഷോൾഡർ ബോൺ 1, ദെൻ ഹാൻഡിൽ 30 ബോൺസ്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തിനെ നമ്മൾ ഇത് നമ്മളുടെ ഹാൻഡിൽ കാണപ്പെടുന്ന ബോൺസ് ആണ് കേട്ടോ. ഇത്രയും ബോണുകൾ ഹാൻഡിലുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളുടെ ഈ അപ്പർ ലിംസിൻ്റെ ഭാഗത്തെ നമ്മൾ 2 ഭാഗങ്ങളാക്കി തിരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നത് എന്താണ്? അപ്പർ ആം. എന്താണ് അപ്പർ ആം? ഇത് ഫോർആമിൻ്റെ ഭാഗമാണ്. ഇത് ഫോർആമിൻ്റെ ഭാഗമാണ്. ഇത് ഹാൻഡ്. ഈ കാണുന്നത് ഹാൻഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തൊക്കെ ഭാഗങ്ങളായിട്ട് തിരിച്ചെന്ന് പറഞ്ഞു? നമ്മൾ തിരിച്ചേക്കുന്ന ഫോർആം, അപ്പർ ആം, ഹാൻഡ്. ഈ കാണിച്ചിരിക്കുന്ന ഫോർആം, അപ്പർ ആം, ഹാൻഡ് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അപ്പർ ആം എന്ന് പറയുമ്പോൾ ഏത് ബോണാണ് ഇവിടെ കാണപ്പെടുന്നത്? ഹ്യൂമറസ് ആണ്. ഏത് ബോണാണ്? ഹ്യൂമറസ് ബോണാണ്. ലോവർ ആം ഈ കാണിച്ചിരിക്കുന്നതാണ് ലോവർ ആം, അല്ലെങ്കിൽ നമ്മളതിനെ ഫോർആം എന്ന് പറയും. എന്തെന്ന് പറയും? ഫോർആം എന്ന് പറയും. ഈ ഫോർആമിൽ 2 ബോണുകളുണ്ട്. അപ്പർ ആമിൽ ഒറ്റ ബോണേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ദ ഹ്യൂമറസ്. ആൻഡ് ദ ലോവർ ആം എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. ലോവർ ആമിൽ കണ്ടില്ലേ? ഇവിടെ 2 ബോൺസ് ഉണ്ടടാ. അപ്പോൾ ഇവിടെ ഒരു ബോൺ ഏതാണ്? അൾന, മറ്റൊന്ന് റേഡിയസ്. നമ്മളുടെ തമ്പ് റീജിയണിൽ വരുന്ന റേഡിയസും നമ്മുടെ ലിറ്റിൽ ഫിംഗറില്ലേ, ലിറ്റിൽ ഫിംഗറിൻ്റെ റീജിയണിന് വരുന്നത് എന്താണ്? അൾണയുമാണ്. അൾന ബോണുമാണ് കേട്ടോ. അപ്പം അപ്പർ ആമിൽ ഏത് ബോൺസ് ആണുള്ളത്? ഹ്യൂമറസ്. ലോവർ ആം അല്ലെങ്കിൽ ഫോർആമിൽ കാണപ്പെടുന്നത് 2 ബോണുകളുണ്ട്, റേഡിയസും അൾണയും. ദിസ് ഈസ് ഹാൻഡിൻ്റെ ബോണാണ്. ഹാൻഡിൻ്റെ ബോൺ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് പ്ലസ് ദെൻ ഹാൻഡ് ബോൺ കണ്ടില്ലേ? ഹാൻഡാണ് ഹാൻഡിൻ്റെ ലാർജർ വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ കാണുന്നത് നമ്മളുടെ റിസ്റ്റ് ബോൺസ് ആണ്. എന്താണ് ഇത്? റിസ്റ്റ് ബോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന റിസ്റ്റ് ബോൺസ് ആണ്. ടോട്ടൽ 8 നമ്പേഴ്സ് ഓഫ് ബോൺസ് ഉണ്ട്. ഇത് നമ്മളുടെ പാമിൽ കാണപ്പെടുന്ന ബോൺസ് ആണ്. ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഇത് നമ്മളുടെ പാമിൽ കാണപ്പെടുന്ന ബോൺസ് ആണ്. ഇത് നമ്മളുടെ ഫിംഗേഴ്സിൽ കാണപ്പെടുന്ന ബോണാണ്. ഈ കാണിച്ചിരിക്കുന്ന ഫിംഗർ ബോണുമാണ് കേട്ടോ. ഇത് പാം ബോൺ, ഇത് റിസ്റ്റ് ബോൺസ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന റിസ്റ്റിൽ കാണപ്പെടുന്ന ബോൺസ് ആണ്. നമ്മളുടെ കൈയുടെ ജോയിൻ്റ് ഇല്ലേ, റിസ്റ്റ് ബോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കാം. ഇവിടെ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? റിസ്റ്റിൽ 8 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺസ് ഉണ്ട്. പ്ലസ് ഈ കാണിച്ചേക്കുന്ന 1, 2, 3, 4, 5. ഇത് എത്ര ബോൺസ് ഉണ്ട്? 5 ബോൺസ് ഉണ്ട്. അത് നമ്മുടെ പാമിൻ്റെ റീജിയൻ ഇല്ലേ, നമ്മുടെ കൈവെള്ളം പാമിൻ്റെ റീജിയനിൽ കാണുന്നതാണ്. 5 ബോൺസ് ഉണ്ട്. ഇത് നമ്മുടെ ഫിംഗറാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിംഗറിൻ്റെ റീജിയനിൽ ഓരോ കൈകളിലും നമ്മളുടെ ഈ വിരലില്ലേ, തള്ളവിരൽ അല്ലെ തമ്പെന്ന് നമ്മൾ പറയത്തില്ലേ, അവിടെ മാത്രമേ ഉള്ളൂ 2 ബോൺസ് കാണപ്പെടുന്നത്. ബാക്കി എല്ലാ ഫിംഗേഴ്സിലും എത്ര ബോൺസ് ഉണ്ട്? 3 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 3 ബോൺസ്. അപ്പോൾ 3 × 4 1 2 3 4 3 × 4 12 12 പ്ലസ് 2 എത്രയായി? 14. എത്രയായി? 14. അപ്പം ഫാലഞ്ചസ്, ദാറ്റ് ഈസ് കോൾഡ് ദ ഫാലഞ്ചസ് ബോൺസ് എത്ര എണ്ണം ഉണ്ട്? 14 ആണുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഓരോ ബോൺസിനും, ഈ ജോയിൻസിൻ്റെ ബോൺസിനും ഓരോന്നിനും പേരുണ്ട് കേട്ടോ. ഓരോന്നിനും പേരുകളുണ്ട്. ഇതാണ്ട് എന്താണ്? മെറ്റകാർപ്പൽ,
കാർപ്പൽ ബോൺസ്, മെറ്റകാർപ്പൽ ബോൺസ്, ഫാലഞ്ചസ്. ഇതെന്താണ്? 8 കാർപ്പൽ ബോൺസ്. മെറ്റകാർപ്പൽ ബോൺസ് എത്ര ഉണ്ട്? 5. ആൻഡ് ഫാലഞ്ചസ് നമ്മൾ കണ്ട് 14 ബോൺസ് ആണ് ഉള്ളത്. ദെൻ ഈ കാണുന്നതാണ് നമ്മുടെ ഷോൾഡർ ഗേർഡിൽസ്. എന്താണിത്? ഷോൾഡർ. അപ്പോൾ നമ്മളുടെ ഹാൻഡിലെ ബോൺസും കണ്ടല്ലോ നമ്മൾ. നമ്മളുടെ അപ്പർ ആംസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ അപ്പർ ആം അല്ലല്ലോ, നോക്കിയിട്ട് വരാം. The upper limb which consists of the upper limb which consists of the hand, forearm, upper arm. എന്തൊക്കെയാ പറഞ്ഞേ? ഹാൻഡ്, forearm, upper arm. This is hand, this is forearm, and this is upper arm. ആം എന്നാണ് പറയുന്നത് കേട്ടോ, അപ്പർ ആം. ഇത്രയുമാണ് അതിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. എന്തിൻ്റെയൊക്കെ? നമ്മളുടെ അപ്പർ ലിംബിൽ കാണപ്പെടുന്ന ബോൺസുകളാണ് ഈ പറയുന്നത്. അപ്പം അപ്പർ ലിംബിൽ അപ്പർ ആമിൽ ഏത് ബോൺസ് ആണെന്ന് പറഞ്ഞു? ഹ്യൂമറസ് ആണെന്ന് പറഞ്ഞു. ഫൊറാം അല്ലെങ്കിൽ ലോവർ ആമിൽ ഏത് ബോൺസ് ഉണ്ട്? 2 ബോണുകളുണ്ട്, അൾന ആൻഡ് റേഡിയസ്. ആൻഡ് ഹാൻഡിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? കാർപ്പൽ ബോൺസ്, മെറ്റാകാർപ്പൽ ബോൺസ് ആൻഡ് ഫാലഞ്ചസ്. ഇത്രയും ബോൺസ് നമ്മൾ പറഞ്ഞു. ദെൻ ഇതിൻ്റെ ഭാഗത്തിന് നമ്മൾ പ്ലസ് ഷോൾഡർ ഗേർഡിൽസ് ഉണ്ട്. എന്തുണ്ട്? ഷോൾഡർ ഗേർഡിൽ. അതായത് നമ്മളുടെ ഈ ഷോൾഡർ ഗേർഡിലാണ് നമ്മുടെ നമ്മളുടെ ആക്സിയൽ ബോണുമായിട്ട്, ആക്സിയൽ പാർട്ട് ഓഫ് ദ ബോഡി, സെൻറ്റർ കോർ ഓഫ് ദ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന അപ്പർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഷോൾഡർ ഗേർഡിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? പെക്ടോറൽ ഗേർഡിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഷോൾഡർ ഗേർഡിലിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏത് പാർട്സ് ആണ്? ക്ലാവിക്കിൾ അല്ലെങ്കിൽ കോളർ ബോൺസ്, ബ്യൂട്ടി ബോൺസ് എന്നൊക്കെ പറയും. അത് എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട് അപ്പർ ഭാഗത്തല്ല, ശരി, അപ്പർ ലിംബിൻ്റെ ഭാഗത്ത്, അതായത് ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും കേട്ടോ. അപ്പം സ്കാപ്പിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു എണ്ണത്തിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ല, അത് അന്നേരം ഓർത്തോണം, ലെഫ്റ്റും റൈറ്റും കണക്കാക്കണം. ഇത് ഒറ്റ സൈഡിലെ ബോൺസിൻ്റെ കാര്യമാണ് ഇത്രയും മനസ്സിലാക്കി. ഇതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും അല്ലേ കാണുന്നത്. അപ്പോൾ അപ്പർ ആം എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആം, റൈറ്റ് ആം അല്ലേ. അന്നേരം ഇനി എന്താണ്? ഷോൾഡർ ഗേർഡിൽസ്. ഈ കാണിക്കുന്നത് എന്താണ്? ഷോൾഡർ ഗേർഡിൽസ് 1 ബോൺ ഉണ്ട്. എത്ര ഉണ്ട്? 1 ബോൺ. ദിസ് ഈസ് ദ ബ്യൂട്ടി ബോൺ അല്ലെങ്കിൽ കോളർ ബോൺ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്ലാവിക്കിൾ ബോൺസ് 1 ബോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ അപ്പർ ലിംബിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. അപ്പർ ലിംബിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ടോട്ടൽ ഇവിടെ നമ്മൾ എത്ര എണ്ണം എന്ന് പറഞ്ഞു? ഫാലഞ്ചസ് എത്ര എണ്ണം ഉണ്ട്? 14. മെറ്റാകാർപ്പൽ ബോൺസ് 5, കാർപ്പൽ ബോൺസ് 8. ഇത്രയും കൂട്ടിയല്ലോ. അപ്പോൾ ഹാൻഡിൽ എത്ര ബോൺസ് ഉണ്ട്? നമ്മുടെ ഹാൻഡിൽ ടോട്ടൽ എത്ര ബോൺസ് ആണുള്ളത്? പ്ലസ്, അപ്പോൾ ഹാൻഡിൽ എത്ര ബോൺസ് ഉണ്ട്? ടോട്ടൽ 27 ബോൺസ് ഉണ്ട്. അതുപോലെ നമ്മളുടെ ബാക്കി ഹാൻഡിൻ്റെ കാര്യത്തിൽ മാത്രം അവിടെ എത്ര ബോൺസ് ഉണ്ട്? 27. ആൻഡ് ഈ ഒരു ഭാഗം നമ്മളുടെ ആമിൻ്റെ റീജിയൺ, ആമും ഷോൾഡർ ഗേർഡിൽസ് 1 ഓർ ക്ലാവിക്കിൾ 1. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലെ കാര്യമാണ് പറയുന്നത്. ദെൻ ഇത് എത്ര ബോൺ ഉണ്ട്? ഹ്യൂമറസ് 1, അൾന ആൻഡ് റേഡിയസ് 2. അപ്പോൾ ടോട്ടൽ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ എത്ര ബോൺസ് ഉണ്ടെന്ന്. 2 + 1 3 + 1 4 + 1 5. അപ്പോൾ 27 + 5 കൂട്ടിക്കേ. അപ്പോൾ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? 5 + 27 32 ബോൺസ് ഇൻ 1 സൈഡ്. ലെഫ്റ്റ് ആമിൽ കാണപ്പെടുന്ന പ്ലസ് ഷോൾഡർ ഗേർഡിലും കൂടെ കൂട്ടി. ആമിൽ മാത്രം 30 പ്ലസ് ഷോൾഡർ ഗേർഡിൽസ്, ക്ലാവിക്കിൾ ബോൺ 1 ആൻഡ് ഷോൾഡർ ബോൺ 1 2. അപ്പോൾ റൈറ്റിലും ലെഫ്റ്റും കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 32 + 32 32 + 32 64 അപ്പർ ആമിൻ്റെ അപ്പർ ലിംബിൻ്റെ നമ്പർ ഓഫ് ബോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 64 ബോൺസ് ആണുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്ത്, അതായത് ഷോൾഡർ ഗേർഡിൽ പ്ലസ് അപ്പർ ലിംബിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? ടോട്ടൽ 64 ബോൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 64 ബോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ക്ലാവിക്കിൾ എന്താണെന്ന് നോക്കിയിട്ട് പോകാം. ദ ക്ലാവിക്കിൾ ഈസ് എ സ്ലെൻഡർ എസ് ഷേപ്പ്ഡ് ബോൺ. ക്ലാവിക്കിളിന് ഒരു ഷേപ്പ് വരുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ്ഡാണ്. എന്താണ്? എസ് ഷേപ്പ്ഡ് ബോണാണ്. എങ്ങനെയുള്ളതാണ്? എസ് ഷേപ്പ്ഡ് ബോണാണ്. ക്ലാവിക്കിളിന് മറ്റൊരു പേരെന്താണ്? കോളർ ബോൺ അല്ലെങ്കിൽ ബ്യൂട്ടി ബോൺ എന്നും കൂടെ പറയുമേ. ഇറ്റ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ മാനുബ്രിയം ഓഫ് ദ സ്റ്റേർണം അറ്റ് ദ സ്റ്റെർണോ ക്ലാവിക്കുലാർ ജോയിൻ ആൻഡ് ഫോം ദ അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻ വിത്ത് ദ അക്രോമിയോൺ ഓഫ് ദ സ്കാപ്പില. അപ്പം എന്താണ് പറഞ്ഞത്? നമ്മളുടെ ക്ലാവിക്കിൾ ബോൺ എന്ന് പറയുന്നത് ഈ കാണിച്ചേക്കുന്നതാണ് ക്ലാവിക്കിൾ ബോൺ അല്ലേ.
അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ സ്റ്റേർണമാണ് ഈ കാണുന്നത്. അതിൻ്റെ മാനുബ്രിയത്തിൻ്റെ ഒരു ഭാഗവുമായിട്ട് ഇത് അറ്റാച്ച്ഡ് ആണ്. അപ്പം ഈ ഒരു ജോയിൻറ്റിനെ, അതായത് ക്ലാവിക്കിൾ വന്ന് ഈ സ്റ്റേർണവുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം എന്താണ്? സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്, SC ജോയിൻറ്റ് അല്ലെങ്കിൽ സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്സ് എന്ന് പറയും. ഈ ക്ലാവിക്കിളിൻ്റെ മറ്റൊരു ഭാഗം എന്തുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കിടക്കുകയാണ്? നമ്മളുടെ സ്കാപ്പുലയുടെ അക്രോമിയർ പ്രോസസ്സുമായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻറ്റ് എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പം ക്ലാവിക്കിളിന് രണ്ട് സൈഡുമായിട്ട് ക്ലാവിക്കിൾ ബോണ് ഒന്ന് സ്റ്റേർണത്തിൻ്റെ ഭാഗത്ത് കണക്റ്റാണ്, മറ്റൊന്ന് സ്കാപ്പുലിയയുടെ ഭാഗത്ത് കണക്റ്റാണ്. അപ്പോൾ സ്റ്റേർണോമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ എന്തെന്ന് പറഞ്ഞു? സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞു. അതുപോലെ അക്രോമിയോൺ പ്രോസസ്സുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം നമ്മൾ അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാവിക്കിൾ രണ്ട് ഭാഗവുമായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുകയാണ്. ഒന്ന് ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ സ്റ്റേർണോമായിട്ട് ജോയിൻ ചെയ്യുന്നു, മറ്റൊന്ന് ക്ലാവിക്കിളുമായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുന്നു. അപ്പോൾ അവിടെ രണ്ട് ജോയിൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിനും മറ്റൊന്ന് അക്രോമിയോ. ദിസ് ഈസ് സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻ ആൻഡ് ദിസ് ഈസ് അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻസ് എന്ന് പറയുന്നു. അതുപോലെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത്, ഈ സ്കാപ്പുലയുടെ ഈ ഭാഗത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ ഗ്ലീനോയിഡ് ക്യാവിറ്റി. എന്തെന്നാ പറയുന്നത്? ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിലോട്ട് നമ്മളുടെ ഈ ഹ്യൂമറസ് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഗ്ലീനോയിഡ് ഹ്യൂമറസ് എന്ന് വിളിക്കുന്നു കേട്ടോ. അതിന് എന്തെന്ന് പറയും? നമ്മൾ ഷോൾഡർ സോക്കറ്റ് എന്നും കൂടെ അതിനെ വിളിക്കുന്നത്, ഷോൾഡർ സോക്കറ്റ് എന്നും കൂടെ വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ദ ക്ലാവിക്കിൾ ഈസ് ദ ഓൺലി ബോണി ലിങ്ക് ബിറ്റ്വീൻ ദ അപ്പർ ലിംബ് ആൻഡ് ദ ആക്സിയൽ സ്കെലിറ്റൺ. അതായത് നമ്മുടെ സെൻറ്റർ കോർ ഓഫ് ദ ബോഡി, അതായത് ആക്സിയൽ പാർട്ടും നമ്മളുടെ അപ്പർ ലിംബുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം, ഓൺലി വൺ ലിങ്ക്, ബോണി ലിങ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്ലാവിക്കിളാണ്. എന്താണത്? ക്ലാവിക്കിളാണ്. ദെൻ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ക്ലാവിക്കിൾ. ഈ ഒരു ഭാഗം വൺ സൈഡ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കും? നമ്മുടെ കോളർ സ്റ്റേർണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോണുമായിട്ട് ഈ കോളർ ബോൺ അറ്റാച്ച് ചെയ്യുന്ന ആ കിടക്കുന്ന ഭാഗം നമ്മൾ സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻ്റ് എന്നും, വൺ സൈഡ് എന്തുമായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുന്നത്? നമ്മളുടെ ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അക്രോമിയോൺ പ്രോസസ്സുമായിട്ട്, ആ ഒരു അക്രോമിയോൺ റീജിയണിൽ ജോയിൻ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻ്റ് എന്നും വിളിക്കുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കുന്നത്? നമ്മൾ ക്ലാവിക്കിൾ എന്താണെന്ന് കണ്ടു. സ്കാപ്പുല ഓർ ഷോൾഡർ ബ്ലേഡ്. എന്താണ്? സ്കാപ്പുല ഓർ ഷോൾഡർ ബ്ലേഡ്. സ്കാപ്പുല അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയാം. അപ്പോൾ പെക്ടോറൽ ഗേർഡിൽസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് രണ്ട് ബോണുകൾ, ക്ലാവിക്കിൾ ബോൺസും ആൻഡ് ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ സ്കാപ്പുല എന്നതിനെ വിളിക്കും കേട്ടോ. അപ്പോൾ ഷോൾഡർ ഗേർഡിൽസ് ഓർ പെക്ടോറൽ ഗേർഡിൽസിൻ്റെ ഭാഗങ്ങളാണ് ഇത് രണ്ടുമേ. ദ സ്കാപ്പുല ഈസ് എ ഫ്ലാറ്റ് ട്രയാങ്കുലാർ ഷേപ്ഡ് ബോൺ ലൈങ് ഓൺ ദ പോസ്റ്റീരിയർ ചെസ്റ്റ് വോൾ സൂപ്പർഫിഷ്യൽ to the ribs and separated from them by muscles. This is the structure of scapula. This is the structure of scapula. Okay, triangular shaped ആണ്. എന്താണിത്? ട്രയാങ്കുലാർ ഷേപ്പ്ഡ് ആണ്. സ്കാപ്പുലയുടെ ഷേപ്പ് എന്താണ്? ട്രയാങ്കുലാർ ഷേപ്പ്ഡ് ആണ് കേട്ടോ. ദ അപ്പർ, ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്? അപ്പർ ലിംബ്. അപ്പർ ലിംബിൽ എത്ര ബോൺസ് ഉണ്ട്? ടോട്ടൽ 30 ബോൺസ് ഉണ്ട്. പ്ലസ് 1 ബോൺ ഏതാണ്? ഗേർഡിൽസിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയുണ്ട്? ക്ലാവിക്കിളുണ്ട്, പിന്നെന്താണുള്ളത്? ഷോൾഡർ ബ്ലേഡ് ഉണ്ട്. അപ്പോൾ അത് 1 പ്ലസ് 1 അപ്പോൾ ടോട്ടൽ ലെഫ്റ്റ് അപ്പർ ലിംബിൽ 32 ബോൺസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 32 ബോൺസ് ആണുള്ളത്. ലിംസിൽ മാത്രം എത്ര ബോൺസ് ഉണ്ട്? 30 ബോൺസ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ വരുന്നത്? ഹ്യൂമറസ് അപ്പർ ആമിൽ കാണപ്പെടുന്ന ഒറ്റ ബോണേ ഉള്ളൂ അപ്പർ ആമിൽ. അതേതാണ്? ഹ്യൂമറസ്. ദാറ്റ് ഈസ് ദ അപ്പർ ആം. ലോങ്ങസ്റ്റ് ബോൺ ഇൻ ദ അപ്പർ ആം ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ഹ്യൂമറസ് ഈസ് ദ ലോങ്ങസ്റ്റ് ബോൺ ഇൻ ദ അപ്പർ ആം. അപ്പർ ആം നമ്മുടെ സ്കെലിറ്റൺ സിസ്റ്റം ഫുള്ള് ചോദിക്കുകയാണെങ്കിൽ ലോങ്ങസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ബോൺ ഈസ് നമ്മുടെ ഫീമർ ബോൺ ആണ്, അല്ലെങ്കിൽ തൈ ബോൺ ആണ് കേട്ടോ. ദെൻ അൾന ആൻഡ് റേഡിയസ്. മറ്റൊരു ബോൺ ഏതാണ്? ഫൊറാമിൻ്റെ ഭാഗം ഏതാണ്? അൾന ആൻഡ് റേഡിയസ്. കാർപ്പൽ ബോൺസ് 8 കാർപ്പൽ ബോൺസ് ഉണ്ട്. റിസ്റ്റ് ജോയിൻ്റ് ആണ് റിസ്റ്റിൽ കാണപ്പെടുന്നത്. മെറ്റ കാർപ്പൽ ബോൺ നമ്മളുടെ കൈയുടെ വെള്ള അല്ലേ, കൈവെള്ളയിൽ കാണപ്പെടുന്ന 5 ബോണുകളുണ്ട്. ഫാലഞ്ചസ് വിരലുകളിൽ ഫിംഗർ ബോൺസ് ആണ്. ഫാലഞ്ചസ് ഈസ് ഫിംഗർ ബോൺസ്. 14 ബോൺസ് ആണുള്ളത്. എത്ര ബോൺസ് ഉണ്ട്? 14 ബോൺസ് ഉണ്ട്. ഇത് നമ്മൾ ഒന്നും കൂടി നോക്കിയപ്പം ഹാൻഡിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 8 ബോൺസ്, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 5 ബോണുകളുണ്ട്. ഇവിടെ 4 വിരലുകളിൽ 3 എണ്ണവും തമ്പ് വിരലിൽ 2 എണ്ണവും. ഇങ്ങനെയാണ് കണക്ക് വരുന്നത്. ഇത് ഏതാണ്? ഹ്യൂമറസ് ബോൺ അപ്പർ ആമിൽ കാണപ്പെടുന്ന 1 ബോൺ. ഇവിടെ ലോവർ ആം അല്ലെങ്കിൽ ഫൊറാമിൻ്റെ ഭാഗത്ത് 2 ബോണുകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? അൾനായും റേഡിയസും 2 ബോണുകളുണ്ട്. ഹാൻഡിൽ എത്ര ബോൺസ് ഉണ്ട്? നമ്മളുടെ
ഇത്രയും ഭാഗത്ത് എത്ര ബോൺസ് ഉണ്ട്? റിസ്റ്റ് റീജിയണിൽ 8 ബോൺസ്, കൈവെള്ളയുടെ റീജിയണിൽ 5 ബോൺസ്, ദെൻ വിരലുകളിൽ എത്ര ബോൺസ് ഉണ്ട്? 4 ഫിംഗറിൽ 3 ബോൺസും തമ്പുവിരലിൽ മാത്രം 2 ബോൺസുമാണ് ഉള്ളത്. കേട്ടല്ലോ? അപ്പോൾ ടോട്ടൽ അപ്പർ ആമിൽ ഒറ്റ ലെഫ്റ്റ് അപ്പർ ആമിൽ 32 ബോൺസ് ഉണ്ട്. 30 പ്ലസ് ലിംബിൽ മാത്രം, ഈ ലിംബിൽ മാത്രം അതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് മാത്രം, ഇത്രയും ഭാഗങ്ങളിൽ മാത്രം 30 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? അപ്പം നമ്മുടെ കൈകാലുകളിൽ എത്ര ബോൺസ് ഉണ്ട്? 30 വീതം ബോണുകളുണ്ട്. 2 കൈ 2 കാല്. അപ്പം എത്രയായി? 30 × 4 അല്ലേ? 30 × 4 എത്രയായി? 30 × 4 കൂട്ടിയാലും 120 ആയി. കൈയും കാലിലും എത്ര ബോൺസ് ഉണ്ട്? 120 ബോൺസ് ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ബോൺസ് ഈ ആക്സിയൽ സ്കെലിറ്റണുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കിടക്കുന്ന ഒന്ന് സ്കാപ്പുല, മറ്റൊന്ന് എന്താണ്? ക്ലാവിക്കിൾ. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. പ്ലസ് നമ്മുടെ പെൽവിക് ബോൺ 2 എണ്ണം 6. അപ്പോൾ ടോട്ടൽ 126 ബോൺസ് ഉണ്ട് കൈകാലുകളിൽ ടോട്ടലേ. ദെൻ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഹ്യൂമറസ്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് അൾന ആൻഡ് റേഡിയസ്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഹാൻഡ്. നമ്മളിത് കണ്ടായിരുന്നു. ഇത് റിസ്റ്റ് പാർട്ടാണ് ഈ കാണുന്നത്. ഇത് നമ്മളുടെ കൈവെള്ളയുടെ ഭാഗം, ഇത് വിരലുകൾ അല്ലേ. ദെൻ കം ടു ദ പെൽവിക് ഗേർഡിൽ ആൻഡ് ലോവർ ലിംബ്. നമ്മളുടെ അപ്പൻഡിക്കുലർ സ്കെലിറ്റിനെ 2 പാർട്ടായിട്ട് തരംതിരിച്ചെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? അപ്പർ ലിംബ് ആൻഡ് ദ ഷോൾഡർ ഗേർഡിൽസ്. അത് നമ്മൾ കണ്ടു വന്നു. ടോട്ടൽ 64 ബോൺസ് ഉണ്ടെന്ന് കണ്ടിട്ട് വന്നു അല്ലേ, പഠിച്ചിട്ട് വന്നു. ദെൻ കം ടു ദ ലോവർ പാർട്ട്, ലോവർ ലിംബ് പ്ലസ് ദ പെൽവിക് ഗേർഡിൽ. നമ്മുടെ പെൽവിക്കില്ലേ, പെൽവിക് ഗേർഡിൽസ് 2 ബോൺസ് ആണുള്ളത്. അപ്പോൾ ഇത് ലോവർ ലിംബ് ഫോംസ് എ ജോയിൻ വിത്ത് ദ ട്രങ്ക് അറ്റ് ദ പെൽവിക് ഗേർഡിൽ. ദ ലോവർ ലിംബ് കൺസിസ്റ്റ് ഓഫ് ഫൂട്ട്, ലോവർ ലെഗ്, തൈ. എന്തൊക്കെയാണെന്നുള്ളത്? ഫൂട്ട്, ലോവർ ലെഗ്, തൈ. അതൊന്ന് നോക്കിയിട്ട് വരാം. ഈ കാണുന്നതാണ് നമ്മളുടെ ഫൂട്ട്. ദെൻ ഇത് ലോവർ ലെഗാണ്. ഈ കാണുന്നത് എന്താണ്? നമ്മളുടെ തൈ ആണ്, തൊട അല്ലേ. ഇതെന്താണ്? പെൽവിക് ബോണാണ്. എത്രണ്ണം ഉണ്ട്? അത് 2 എണ്ണം ഉണ്ട്. പെൽവിക് ബോൺ എത്ര എണ്ണം ഉണ്ട്? 2 പെൽവിക് ബോണുണ്ട്. സെയിം അങ്ങനെ തന്നെയാണ് ഈ കാണുന്നത്. പ്ലസ് ഇവിടെ ഒരു ബോണും കൂടിയുണ്ട്. എന്താണത്? നീ ക്യാപ്പ്. എന്താണത്? നീ ക്യാപ്പ്. ഒരു ബോണും കൂടെ ഉള്ളത് ഏതാണ്? നീ ക്യാപ്പാണേ. അപ്പോൾ ഇനി ഫൂട്ടിൽ എത്ര ബോൺസ് ഉണ്ട്, ലോവർ ലെഗിൽ എത്ര ബോൺസ് ഉണ്ട്, തൈസിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ദ പെൽവിക് ഗേർഡിൽ ഈസ് ഫോംഡ് ഫ്രം 2 ഇന്നോമിനേറ്റ് ഹിപ്പ് ബോൺസ്. ദ പെൽവിസ് ഈസ് ദ ബേസിൻ ഷേപ്ഡ് സ്ട്രക്ചർ ഫോംഡ് ബൈ ദ പെൽവിസ് ഗേർഡിൽ ആൻഡ് ദ സാക്രം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ബോൺസ് ഒന്നും കൂടെ ഒന്ന് കണക്ക് കൂട്ടാം. ഇത് ഈ കാണുന്നത് നമ്മളുടെ പെൽവിക് ബോൺസ് ആണ്. ഇത് എത്ര ഉണ്ട്? 2. 1 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്. 2 ആയില്ലേ പെൽവിക് ഗേർഡിൽസ്, പെൽവിക് ബോൺസ്. ദിസ് ഈസ് ദ ഫീമർ, തൈ ബോൺ, ഫീമർ ദ ലോങ്ങസ്റ്റ് ബോൺ. അപ്പോൾ ഇവിടെ 1 ആൻഡ് ദിസ് ഈസ് 2 ബോൺസ്. ഇവിടെ എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. 2 ബോൺസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഈ കാണപ്പെടുന്ന ബോണുകളിൽ ഒന്ന് ഏതാണ്? ടിബിയ, മറ്റൊന്ന് ഏതാണ്? ഫിബുല. ടിബിയ ആൻഡ് ഫിബുല 2 ബോണുകളാണ് ലോവർ ലിംബിൽ കാണപ്പെടുന്നത്. ഏതൊക്കെയാണത്? ടിബിയ ആൻഡ് ഫിബുല. എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? 2 ബോൺസ് ഉണ്ട്. ലോവർ ലെഗിൽ 2 ബോൺസ്, അപ്പർ ലെഗ് അല്ലെങ്കിൽ തൈ ബോൺ എന്ന് പറയുന്ന 1 ബോണാണ് ഫീമർ ദ ലോങ്ങസ്റ്റ് ബോൺ. ആൻഡ് ഇവിടെ ഈ കാണപ്പെടുന്നത് നീ ക്യാപ്പിൽ ഒരു ബോണുണ്ട്. എത്ര ബോൺസ് ഉണ്ട്? പട്ടെല്ല കേട്ടിട്ടില്ല? നീ ക്യാപ്പ് 1 ബോൺ. ആൻഡ് പെൽവിസ് ബോൺ 1 ബോൺ ഈ സൈഡിലും 1 ബോൺ ഈ സൈഡിലും ഉണ്ട്. ദെൻ നമ്മളുടെ കാലുകളിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ കാലുകളിൽ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബോൺ എന്ന് പറയും ടാർസൽ ബോൺസ് എന്ന് പറയും. അതിനെ എന്തെന്ന് പറയും? ടാർസൽ ബോൺസ്. ടാർസൽ ബോൺസ് 7 ഉള്ളൂ. നമ്മൾ കാർപ്പൽ ബോൺ എത്ര പറഞ്ഞു? 8 ഉണ്ടെന്ന് പറഞ്ഞു കയ്യിൽ. ഇവിടെ ടാർസൽ ബോൺ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. മെറ്റാടാർസൽ 5 ആൻഡ് ഫലഞ്ചസ് സെയിം ആണ് കേട്ടോ. 14 ഫലഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമായി?
ടോട്ടൽ കണക്ക് കൂട്ടിക്ക് ടോട്ടൽ നമ്മളുടെ ലോവർ ലിംബുകളിലൊക്കെ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? 30 ബോണാണുള്ളത്. എത്ര ബോൺസ് ഉണ്ട്? അത് കയ്യിലാണേലും കാലിലാണേലും 30 ബോൺസ് ആണുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നീ ക്യാപ്പിൽ ഒരു ബോൺ പോയതുകൊണ്ട്, നീ ക്യാപ്പ് അതായത് പട്ടെല്ല ഒരു ബോൺ പോയതുകൊണ്ട് നമ്മുടെ ടാർസൽ ബോൺസിൽ 8 കാർപ്പൽ ബോൺ 8 ആണെന്നുണ്ടെങ്കിൽ ടാർസൽ ബോൺ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്, അത് കറക്റ്റായിട്ട് നോക്കി പഠിക്കണേ. അപ്പോൾ പെൽവിസ് 1, ഹ്യൂമറസ് അല്ലല്ലോ, ഫീമർ തൈ ബോൺ ഏതാണ്? ഫീമർ ബോൺ 1 ആൻഡ് ടിബിയ ആൻഡ് ഫിബുല ലോവർ ലെഗ് ബോൺസ് ആർ ടിബിയ ആൻഡ് ഫിബുല, ദാറ്റ് ഈസ് 2 ബോൺസ്. ദെൻ കാലുകളിൽ എത്ര ബോൺസ് ഉണ്ട്? ഫലഞ്ചസ് 14, ടാർസൽ ബോൺ 7, മെറ്റാടാർസൽ ബോൺ 5. ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? ലോവർ ലിംബ് ആൻഡ് ഗേർഡിൽസിൽ, പെൽവിക് ഗേർഡിൽസിൽ 62 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 62 ബോൺസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അപ്പർ ലിംസിലെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പർ ലിംബിൽ നമ്മുടെ ക്രോളർ ബോണും എന്തുകൊണ്ടായിരുന്നു? ഷോൾഡർ ബ്ലേഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുവശങ്ങളിലും ഉള്ളതുകൊണ്ടാണ് അവിടെ 4. ഇവിടെ ഒറ്റ ബോണേ ഉള്ളൂ. ഏതാണ്? ഹിപ്പ് ബോൺ, ഈ കാണുന്നത്, അല്ലെങ്കിൽ ഈ പെൽവിക് ബോൺ എന്ന് പറയും. ഈ ലെഫ്റ്റും റൈറ്റും ഓരോ ബോണുകളേ ഉള്ളൂ. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അതുകൊണ്ടാണ് അവിടെ 2 എണ്ണമായത്. അപ്പോൾ ലോവർ ലിംബിൽ 62 ബോൺസേ ഉള്ളൂ. എത്ര ബോൺസേ ഉള്ളൂ? അപ്പോൾ ലോവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിംബിൽ ടോട്ടൽ എത്ര ബോൺസേ ഉള്ളൂ? 62 ബോൺസേ ഉള്ളൂ. വൺ സൈഡ് 31 ആൻഡ് അനദർ സൈഡ് 31. 31 + 31 62 ബോൺസ് കേട്ടോ. അപ്പോൾ പെൽവിക് ഗേർഡിൽ ആൻഡ് അപ്പർ ലിം 62 ബോൺസ് ആണുള്ളത്. എത്ര ബോൺസ് ഉണ്ട്? 62 ബോൺസ്. അപ്പോൾ ദ ലോവർ ലിം കൺസിസ്റ്റ് ഓഫ് ഫൂട്ട്, ലോവർ ലെഗ്, തൈ ആൻഡ് ദ പെൽവിക് ഗേർഡിൽ ഈസ് ഫോംഡ് ഫ്രം 2 ഇന്നോമിനേറ്റ് ഹിപ്പ് ബോൺസ്. ദ പെൽവിസ് ഈസ് ദ ബേസിൻ ഷേപ്പ്ഡ്, നമ്മുടെ ബേസിനില്ലേ ഷേപ്പ്ഡ് സ്ട്രക്ചർ ഫോംഡ് ബൈ ദ പെൽവിക് ഗേർഡിൽ ആൻഡ് ദ സാക്രം. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് നമ്മുടെ പെൽവിക് ഗേർഡിൽസ്. ഇവിടെ ദിസ് ഈസ് ദ പെൽവിക് ബോൺ. ഈ ഒരു ആർട്ടിക്കുലേഷൻ കണ്ടില്ലേ? ഇത് നമ്മുടെ ഫീമറുമായിട്ടുള്ള ആർട്ടിക്കുലേഷൻ ജോയിൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ 2 ഇന്നോമിനേറ്റ് ബോൺസ്. ഇത് 1, ഇത് 2. ഇതെന്താണ്? ഇത് 1. അപ്പോൾ ലെഫ്റ്റും റൈറ്റും 1 ഇനോമിനേറ്റ് ബോൺ ഉണ്ട്. ദാറ്റ് ഈസ് ഹിപ്പ് ബോൺ എന്ന് പറയും. അതിനെ ഏതെന്ന് വിളിക്കും? ഹിപ്പ് ബോൺ എന്ന് വിളിക്കും. ഇവിടെ ഇതിൻ്റെ ഭാഗത്തിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അത് പറയാം ഏതൊക്കെയാണെന്നുള്ളത്. അതിന് മുമ്പ് ഇതിൻ്റെ ഈ ഒരു റീജിയൻ കണ്ട് ഈ ബോണുകൾ തമ്മിൽ ഈ ജോയിൻ ചെയ്യുന്നത് സിംഫൈസിസ്, പ്യൂബിസ് സിംഫൈസിസ് എന്നാണ് പറയുന്നത്. എന്താണ്? പ്യൂബിസ് സിംഫൈസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നോമിനേറ്റ് ഹിപ്പ് ബോൺസ് എന്താണിത്? ഇന്നോമിനേറ്റ് ഹിപ്പ് ബോൺസ്. ഈച്ച് ഹിപ്പ് ബോൺ കൺസിസ്റ്റ് ഓഫ് 3 ഫ്യൂസ്ഡ് ബോൺസ്. ഫ്യൂസ് ആയിട്ടുള്ള 3 ബോണുകൾ കൂടി ചേർന്നാണ് ഹിപ്പ് ബോൺ ഉണ്ടായിരിക്കുന്നത്. 1 ഏതാണ്? ഇല്ലിയം. ഇറ്റ് ഫോംസ് ദ അപ്പർ ഫ്ലാറ്റൻഡ് വിങ് ഓഫ് ദ ഹിപ്പ് ബോൺ. ഇറ്റ് സുപ്പീരിയർ ബോർഡർ ഈസ് കോൾഡ് ദ ഇലിയാക് ക്രസ്റ്റ്. ദ ആൻറ്റീരിയർ കർവ് വിച്ച് ഈസ് കോൾഡ് ദ ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. ദെൻ ഇച്ചിയം, പ്യൂബിസ്. അങ്ങനെ 3 ഫ്യൂസ്ഡ് ബോണുകൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ഹിപ്പ് ബോൺ ഫോം ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ഫ്യൂസ്ഡ് ബോൺസ് ചേർന്നാണ് ഹിപ്പ് ബോൺ ഫോം ആയിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഇലിയം, ഇച്ചിയം ആൻഡ് പ്യൂബിസ്. ആ ബോണുകൾ ഏതൊക്കെയാണ്? 1 ഇലിയം, 1 ഇച്ചിയം ആൻഡ് 1 പ്യൂബിസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഇച്ചിയം എന്താണ്? ഇറ്റ് ഫോം ദ സൈനോവിയൽ ജോയിൻ വിത്ത് ദ സാക്രം. ദിസ് ഈസ് ദ സാക്രോ ഇലിയാക് ജോയിൻ. സ്ട്രോങ് ജോയിൻസ് ആണല്ലേ സിറ്റിംഗ് ബോൺസ് എന്ന് പറയും. എന്താണത്? സിറ്റിംഗ് ബോൺസ് എന്ന് പറയും കേട്ടോ. ഇച്ചിയം ആൻഡ് പ്യൂബിസ് എന്താണ്? ഇറ്റ് ഈസ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ബോൺ ആൻഡ് ഇറ്റ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ പ്യൂബിസ് ഓഫ് ദ അതർ ഹിപ്പ് ബോൺ അറ്റാക്ക് കാർട്ടിലേജിയനസ് ജോയിൻ. ദ സൈനോഫിസ് പ്യൂബിസ് ഓൾസോ കോൾഡ് ദ പ്യൂബിക് സിംഫൈസിസ്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം 3 ബോണുകൾ കൂടി ചേർന്നാണ്, 3 ഫ്യൂസ്ഡ് ബോണുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? നമ്മളുടെ ഹിപ്പ് ബോൺ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ഭാഗത്ത് ഏത് ബോണാണ്? ഇല്ലിയം പാർട്ടാണ്. ഇതേതാണ്? ഇല്ലിയം പാർട്ടാണ് കേട്ടോ. ഈ കാണുന്നത് ഇല്ലിയം പാർട്ടാണ്, ഈ കാണുന്നത് ഇച്ചിയം പാർട്ടാണ്, ഇത് പ്യൂബിസ് ആണ്. ഇതാണ് ഈ ഒരു ഭാഗം പ്യൂബിസ് ആണ്. ഈ ഒരു ഭാഗത്ത് ഈ 2 ബോണുകൾ തമ്മിൽ 2 ഹിപ്പ് ബോണുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന അതിനെ എന്തെന്ന് പറയും? പ്യൂബിസ് സിംഫൈസിസ് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയും? പ്യൂബിസ് സിംഫൈസിസ്. ഇത് സാക്രമാണ് കേട്ടോ. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഭാഗമായ സാക്രമാണ് ഈ കാണുന്നത്. ഈ നമ്മുടെ ആക്സിയൽ പാർട്ടുമായിട്ട്, സാക്രത്തിൻ്റെ ആക്സിയൽ പാർട്ടുമായിട്ടാണ് നമ്മുടെ ഈ പെൽവിക് ബോൺ ജോയിൻ ചെയ്ത് കിടക്കുന്നത് കേട്ടോ.
പെൽവിക് ബോൺ ജോയിൻ ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഭാഗം എന്തെന്നറിയുന്നത് സിറ്റിംഗ് ബോൺസ് എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? സിറ്റിംഗ് ബോൺസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നതാണ്. ക്ലാസ് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് എടുക്കുന്നതാണ്. അസെറ്റാബുലം വിച്ച് ഫോംസ് ദ ഹിപ്പ് ജോയിൻറ്റ് വിത്ത് ദ ഓൾമോസ്റ്റ് സ്പെറിക്കൽ ഹെഡ് ഓഫ് ഫീമർ. അപ്പോൾ ഇതാണ് ഒരു ഹിപ്പ് ബോണിൻ്റെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒറ്റ ഹിപ്പ് ബോണിൻ്റെ ഭാഗമാണ് ഇത്രയും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഹിപ്പ് ബോൺസിൻ്റെ പാർട്ടെന്ന് നോക്കിയേ. ഇതെന്താണ്? സാക്രമാണ്. എന്താണിത്? സാക്രമാണ്. ഈ കാണുന്നത് എന്താണ്? പ്യൂബിസ് ആണ്. എന്താണിത്? ഇത് പ്യൂബിക്കൽ ആർക്കാണ് ഈ കാണിച്ചേക്കുന്നത്? സിംഫൈസിസ്. ഈ ബോൺ ഏതാണ്? ഇഷ്യം ബോണാണ്. ഏതാണിത്? ഇഷ്യം. ഈ ഭാഗം ഏതാണ്? ഇല്യമാണ് കേട്ടോ. ഈ ഭാഗം ഇല്യം ബോൺസ് ആണ്. ഇത് നമ്മളുടെ എന്താണ്? ജോയിൻറ്റ്, ഹെഡ് ഓഫ് ദ ഫീമർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. ജോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പെൽവിക് ഗേർഡിൽ കണ്ടു. ഇനി ലോവർ ലിംബിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ലോവർ ലിംബിൻ്റെ ഭാഗങ്ങൾ വരുന്നത് ഫീമർ ബോൺ ഓർ തൈ ബോൺ. ദ ഫീമർ ഈസ് ദ ലോങ്ങസ്റ്റ് ഹെവിയസ്റ്റ് ബോൺ ഓഫ് ദ ബോഡി. ഇതാണ് ഫീമർ ബോൺ. ദാറ്റ് ഈസ് ദ ലോങ്ങർ ആൻഡ് ഹെവിയസ്റ്റ് ബോൺ ഇൻ ദ ബോഡി, ദാറ്റ് ഈസ് ഫീമർ. അപ്പോൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോങ്ങസ്റ്റ് ബോൺ ഈസ് വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ബോൺ? ദാറ്റ് ഈസ് ഫീമർ ഈസ് ദ ലോങ്ങസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ സ്കെലിറ്റൺ. ദെൻ ടിബിയ ആൻഡ് ഫിബുല എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ലോവർ ലെഗിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ടിബിയ ആൻഡ് ഫിബുല ബോൺസ്. ടിബിയ ഇറ്റ് ഈസ് ദ മീഡിയൽ ഓഫ് ദ 2 ബോൺസ് ഓഫ് ദ ലോവർ ലെഗ്. ഷിൻ ബോൺ എന്നും കൂടെ വിളിക്കും അതിനെ കേട്ടോ. ഫിബുല ഇസ് ദ സിലിണ്ടറിക്കൽ ലാറ്ററൽ ബോൺ ഇൻ ദ ലോവർ ലിം. ഇതാണ് ടിബിയ ആൻഡ് ഫിബുലയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ടിബിയ ആൻഡ് ഫിബുല ലോവർ പാർട്ടിൽ ഈ ഭാഗത്ത് കാണപ്പെടുന്നതാണ്. ലോവർ ലെഗിൽ കാണപ്പെടുന്ന ബോണാണ് ടിബിയ ആൻഡ് ഫിബുല എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഏതാണ്? പട്ടെല്ല, നീ ക്യാപ്. ദിസ് റഫ്ലി ട്രയാങ്കുലർ ഷേപ്ഡ് സിസമോയിഡ് ബോൺസ് ഫോംസ് പാർട്ട് ഓഫ് ദ ആൻറ്റീരിയർ വോൾ ഓഫ് ദ നീ ജോയിൻറ്റ്. ആൻറ്റീരിയർ എന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗമാണ്, നീയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയാണ് പട്ടെല്ല ബോൺ ഉള്ളത് കേട്ടോ. ഇവിടെ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണാണ് പട്ടെല്ല. 1 പട്ടെല്ല ബോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ പട്ടെല്ല കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ടാർസൽ ബോൺസ് ആണ്. എന്താണ്? ടാർസൽ ആങ്കിൾ ബോൺസ്. ആങ്കിൾ ബോൺസ് ഏതൊക്കെയാണ്? ദ 7 ടാർസൽ ബോൺസ്. ആങ്കിൾ ബോൺസ് എന്ന് ഞാൻ പറഞ്ഞു ഏതാണെന്നുള്ളത്. നമ്മൾ റിസ്റ്റ് ജോയിൻറ്റും ആങ്കിൾ ജോയിൻറ്റും പറഞ്ഞു. കാലിലെ ഫൂട്ടിൽ വരുമ്പോഴത്തേക്ക് അത് ആങ്കിൾ പാർട്ടാണ്. ഏത് പാർട്ടാണ്? ആങ്കിൾ പാർട്ടാണ്. അവിടെ ടാർസൽ ബോൺസ് ആണുള്ളത്. ഏതാണ്? ടാർസൽ ബോൺസ് എത്ര എണ്ണം ഉണ്ട്? 7. എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? 7. ഓക്കെ. ദ 7 ടാർസൽ ബോൺസ് ഫോമിങ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഫുട്ട്. എന്താണത്? നമ്മളുടെ ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്? 7 ടാർസൽ ബോൺസ് ഉണ്ട്. ഈ കാണുന്നത് മെറ്റാടാർസൽ, ഇത് ഫലഞ്ചസ് ആണ് കേട്ടോ. 14 ഫലഞ്ചസ് ഉണ്ട് കേട്ടോ. അതൊന്നും കൂടെ നോക്കിക്കാൻ വേണമെങ്കിൽ 14 ഫലഞ്ചസ് ബോണാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ സൂം ചെയ്ത് കണ്ടോളൂ. ഈ കാണുന്നതാണ് 7 ടാർസൽ ബോൺസ്, 5 മെറ്റാടാർസൽ ബോൺസ്. എത്ര ഉണ്ട്? 5 മെറ്റാടാർസൽ ബോൺസ് ആൻഡ് 14 ഫലഞ്ചസ് ഫൂട്ടിൽ കാണപ്പെടുന്ന ബോണുകളാണ്. ലെഗിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? ഫീമറും ടിബിയ ആൻഡ് ഫിബുല. ലോവർ ലെഗിൽ ടിബിയ ആൻഡ് ഫിബുല, അപ്പർ ലിംഫിൽ ഫീമർ. പിന്നെ പെൽവിക് ഗേർഡിൽസിൽ 2 ഹിപ്പ് ബോൺസ് ഉണ്ട്. ഇതാണ് 2 പെൽവിക് ഗേർഡിൽസ് 2 ഹിപ്പ് ബോൺസ് ഉണ്ട്. അപ്പം ഇത്രയാണ്. അപ്പോൾ ഈ നമ്മൾ ടോട്ടൽ എത്ര പറഞ്ഞു? നമ്മുടെ ടോട്ടൽ ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? ഹ്യൂമൻ സ്കെലിറ്റനിൽ 126 ബോൺസ് ഉണ്ട്. ഹ്യൂമൻ ബോഡിയിൽ സ്കെലിറ്റനിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ഉണ്ട്. അതിൽ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? ആക്സിയൽ പാർട്ടെന്നോ അപ്പൻഡിക്കുലർ പാർട്ടെന്നോ. ആക്സിയൽ പാർട്ടിൽ എത്ര ബോൺസ് ഉണ്ട്? 80 ബോൺസ്. അപ്പൻഡിക്കുലർ പാർട്സിൽ 126 ബോൺസ് ഉണ്ട്. നമ്മളിന്ന് ഈ 126 ബോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയതല്ലേ? അപ്പൻഡിക്കുലർ പാർട്ടിൽ ഈ 126 ബോൺസിൽ കൈകാലുകളിൽ എത്ര ബോൺസ് ഉണ്ട്? 30 ബോൺസുകളുണ്ട്. 30 ഇൻറ്റു എത്ര കൈയുണ്ട്? 2 കൈ. എത്ര കാലുണ്ട്? 2 കാല്. അപ്പോൾ 30 × 4 എത്രയായി? 120 ബോൺസ് ആയി. ദെൻ നമ്മളുടെ പെൽവിക് ഗേർഡിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 120 + 2. ദെൻ പിന്നെന്താ പറയുന്നത്? നമ്മൾ പെൽവിക് ഗേർഡിൽ കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയുന്നത്? നമ്മൾ ഷോൾഡർ ഗേർഡിൽ ആൻഡ് ക്ലാവിക്കിൾ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഓരോന്ന് വീതം ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. അവിടെ എത്ര ബോൺസ് ഉണ്ട്? ഷോൾഡർ ഗേർഡിൽ 1 + 2 + ക്ലാവിക്കിൾ 2. അപ്പോൾ 4 ആയില്ലേ? എത്രയായി? 4. അപ്പോൾ ഈ +4 അപ്പോൾ എത്രയായി? 126 ടോട്ടൽ എന്താണ്? അപ്പൻഡിക്കുലർ പാർട്സിലെ ബോണുകൾ ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജോയിൻസ് എടുക്കുന്നതാണ്. പാർട്ട് 5 ആയിട്ട് ജോയിൻസ് എടുക്കുവേ.